ഡൂഡ്, പ്രദീപ് രംഗനാഥന്റെ ഡൂഡ്. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഡ്യൂഡ് ആയിരുന്നില്ല ഇതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റില്. എം കുമരൻ സൺ ഓഫ് വല്ലവന്റെയും അതായിരുന്നു ആപ്റ്റ് ആയ ടൈറ്റില്. സോ ഈ സിനിമ പ്രദീപ് രംഗനാഥൻ വൈറലാക്കി. പ്രദീപ് രംഗനാഥന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണേ പകരം നമ്മുടെ പിയ ബോയ് സായി അബേങ്കർ ആൾക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ആളുടെ കൊട്ടണ്ണ മണ്ണെണ്ണ ഊരവിട് ആ പാട്ടിലാണ് ഈ സിനിമ ഒന്ന് വൈറലായത്. അണ്ണാ നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്യാണോ ലിറിക്സ് ആർക്കും മനസ്സിലാവാൻ? അതോ ലിറിക്സ് ഇല്ലേ? അല്ല അറിയാനിട്ട് ചോദിക്കുകയാണ്. സോ അണ്ണന്റെ പി ആറും നമ്മുടെ ബിഗ് ബോസിൽ ആര് കപ്പടിക്കണം, കപ്പ് ആർക്ക് കൊടുക്കണം തീരുമാനിക്കുന്ന വിനു സാറാണ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം വൃത്തിയായിട്ട് പി ആർ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങേരനില്ല എന്റെ സൂര്യ വെച്ചിട്ടൊരു പടം ഉണ്ടല്ലോ, കറുപ്പ. അതിൽ ഇതേപോലെ ഗാഡ് മാഡ് റോഡ് സൈഡ് നിൽക്കാതെ ഇങ്ങോട്ട് നിക്ക് അങ്ങോട്ട് നിക്ക്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോ ആ ലിറിക്സ് ആയിട്ടാ തോന്നിയത്. പിന്നെ എത്ര വട്ടം എടുത്തു എന്നറിയാം ആ പാട്ടിന്റെ ലിറിക്സ് ഒന്ന് മനസ്സിലാക്കാൻ. സോ ഈ സിനിമയെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല. ഐ എം ഷോർട്ട് ഓഫ് വേർഡ്സ് എന്ന് പറയാം. അജാതി ഒരു പ്രാന്ത് പടം. ഈ സിനിമയില് പ്രദീപിനെ മമിത പറയണ്ടാണ് ശരിക്കും കോമാളി ആവനെന്നല്ല. ഇതിന്റെ ശരിക്കുള്ള കോമാളി പ്രദീപും അല്ല മമിതയും അല്ല. ഇതിൽ ശരിക്കുള്ള കോമാളി ഇതിന്റെ ഡയറക്ടറാണ്. കടവുളെ എന്നടാ പണി വെച്ചിരിക്ക. ഈ സിനിമയുടെ ഫസ്റ്റ് പ്രദീപിന്റെ ഇൻട്രോ കിഡു ആയിരുന്നു. കിഡു പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കൂടി ആ ഒരു ഇൻട്രോ കണ്ടതിന് ശേഷം. പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല മൊമെന്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, പ്രദീപിന്റെ കോപ്രായ തരവുണ്ട്, മമിതയുടെ മെലോ ഡ്രാമയുണ്ട്, പിന്നെ സായി അഭയങ്കർ അണ്ണന്റെ ഒരേ പാട്ടിന്റെ 10,000 വെർഷൻ ഉണ്ട്. ഒരേ സാധനം തന്നെ അവിടെ ഇവിടെ കയറ്റിയിട്ട് മറ്റേ പേസ് കമ്മിയാക്കിയിട്ട് അണ്ണൻ ഇട്ടിട്ടുണ്ട്. അണ്ണൻ നന്നായിട്ട് തന്നെ പണിയിട്ടും ഉണ്ട്. ചെയ്തൊരു പാട്ട് എനിക്ക് ബൾട്ടീത്തെ സോങ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനും ഇങ്ങനെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. ചിലപ്പോൾ അവിടുത്തെ സിമെന്റ് എടുത്തിട്ട് ഇവിടുത്തെ ഓട്ട അടച്ചതായിരിക്കും. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോ എന്ന കർമ്മം കണ്ടറാവിയാടെ പണി വെച്ചിരിക്കുക ആ ഒരു ലെവലിലോട്ട് പോയി. ആൻഡ് ഇതിൽ അവർ പറയുന്ന ഒരു സീൻ ഉണ്ട്, ഇത് എന്റെ ഭാര്യ, ഇത് അവളുടെ ബോയ് ഫ്രണ്ട്, ഇത് അവർക്കുണ്ടായ കുട്ടി, ആ കുട്ടിയെ ഞാൻ നോക്കുന്നു എന്ന്. അപ്പൊ ഒരു പെണ്ണ് കണ്ടിട്ട് തുപ്പിയിട്ട് പോകുന്നുണ്ട്. അതായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കണ്ട പേഴ്സണലി എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്? ഇപ്പൊ ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അവരൊപ്പം പോവാ. ഞാൻ അവനെ ഇഷ്ടപ്പെട്ട നിനക്ക് ഹേർട്ട് ആവോ? അവൻ എന്റെ അടുത്ത് വന്ന് ഇഷ്ടം പറഞ്ഞപ്പോ ഞാൻ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഹേർട്ട് ആവും? എന്തുണ്ടാ ആക്ച്വലി? വാട്ട് നോൺസെൻസ്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ശരത്കുമാറിന്റെ ക്യാരക്ടർ മാത്രമാണ്. ബാക്കി ഒക്കെ വെറുപ്പിക്കലാണ്. മമിതയുടെ ഒക്കെ കുറെ കോപ്രായത്തരാണ്. ഇജാതി ഒരു അലബലാതി ക്യാരക്ടർ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. മമിതയ്ക്ക് ഇതിലൊരു ഇമോഷണൽ സീൻ ഉണ്ട് ഫസ്റ്റ് ലവ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത്. അത് കിടുവായിരുന്നു. പിന്നെ അങ്ങോട്ട് ചുമ്മാ ഇടുന്ന അങ്ങോട്ട് കരയാണ്. ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ മാലാ പാർവതി എന്ന് മേടിച്ചിട്ട് ചിരിയാണ് വന്നത് കരച്ചിട്ട് കാണുമ്പോ. എല്ലാം കൂടി അങ്ങോട്ട് ഇരുന്ന് കരയാണ്. പിന്നെ മമിത വന്നിട്ട് അണ്ണൻ സിഗരറ്റ് വലിച്ച് ചാവരുത് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് കൊടുക്കണു. നീ എന്താണ് സിഗരറ്റ് വലിക്കാൻ തോന്നിയാൽ ഇത് തിന്നുന്നു. നിനക്ക് വേറൊരുത്തനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ അവന്റെ ഒപ്പം പോവാ. അവൻ ചാവ്, അവൻ ജീവിക്ക്, നൺ ഓഫ് യുവർ ബ്ലഡി ബിസിനസ്. ആൻഡ് അതിന്റെ ഒരു ഡയറി മിൽക്ക് നീ അത് തിന്നിട്ട് ഷുഗർ വന്ന് ചത്തോന്ന്. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ആരുടെ അടുത്തെങ്കിലൊക്കെ ദേഷ്യമുണ്ട്, ആരെങ്കിലൊക്കെ കൊല്ലണം വെച്ചാൽ അവരുടെ അടുത്ത് പറയാ, എന്നെയൊക്കെ ഓർമ്മ വരുമ്പോ നീ ഓരോ ഡയറി മിൽക്ക് സിൽക്ക് 150 മേടിച്ച് തിന്നുക, അടുത്ത് തന്നെ ഷുഗർ വന്ന് നീ ചത്തോളൂ. ഒരു പന്ന പേക്കൂത്ത് പടം. സീരിയസ്ലി ലിറ്ററലി ദിസ് ഇസ് പ്രദീപ് രംഗനാഥൻസ് ഏറ്റവും വേസ്റ്റ് പടം. ആളുടെ പടങ്ങളുടെ അധികം വലിയ ഫാൻ ഒന്നല്ല. എന്നാൽ ഡ്രാഗണിലൊക്കെ ആളുടെ ഇമോഷണൽ സീനൊക്കെ പെട്ടായിരുന്നു. കാരണം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കുറെ പേക്കൂത്ത്. അതിൽ നമ്മുടെ ഹൃദു ഉണ്ട്. അത് അതിലേറെ ഭൂലോകം മരമണ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിൽ കുറെ പട്ടികളുണ്ട്. ഇവരെക്കാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. അതിലെന്താ അവസാനം ഡയലോഗൊക്കെ പറയുന്നുണ്ട്, താലി അല്ല വലുത്, അങ്ങനെ എന്തൊക്കെ. അതിനൊക്കെ സപ്പോർട്ട് ചെയ്തു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണവര് ഇത് വാഴ്ത്തുക, ഇതിന്റെ വേണമെങ്കിൽ ഒരു മറ്റേ ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ച് പൂജിക്കുക. അത്രേ പറയാനുള്ളൂ. ഒരു പരട്ട പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഡൂഡ്. ഞാൻ പറഞ്ഞില്ലേ, സായി അഭയങ്കറിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ജി വി പ്രകാശിന്റെ റീസെന്റ് ആയിട്ടൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആള് പറയുന്നുണ്ട്, ഇത്ര കൊല്ലം ഞാൻ ഇന്ന സംഗീതം പഠിച്ചു, ഇത്ര പേര് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഇന്ന സാധനങ്ങൾ പഠിച്ചു, കുറെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടാണ് ഇവിടെ വന്നതെന്ന്. Nowadays it's all about reels. If you are viral at reels, you can be music director, you can be cinema director, you can be actor, you can be actress. സോ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ സായി അഭയങ്കറിനൊക്കെ ആറ്റ്ലി അല്ലു അർജുൻ പടത്തിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആക്കിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല.
ഈസി വേർത്ത് ദ ഹൈപ്പ്? ഡെഫിനറ്റ്ലി നോ. കുറെ PR പണി ഉള്ളതുകൊണ്ട് അണ്ണൻ എന്ത് ഇട്ടാലും കിടുവാണ് മടുവാണ് പറഞ്ഞ് നടക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ആള് പ്രൂവ് ചെയ്യണം ദാറ്റ് ഐ ആം വേർത്ത് ദ ഹൈപ്പ് എന്ന്. അല്ലാതെ വന്നിട്ട് ഒരേ സാധനത്തിന് തന്നെ 10,000 വേർഷൻ എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ട് ഇടുന്നതൊന്നും എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. സോ വേണ്ടവർ കണ്ടുവെക്കാം. ദിസ് ഇസ് ലിറ്ററലി ദ വേർസ്റ്റ് പടം ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ റീസെന്റ് ടൈംസ്.